തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി എനിക്ക് ഒരു എവിഡൻസ് വെച്ചുകൊണ്ട് സംസാരിക്കാനല്ലേ പറ്റുള്ളൂ. എനിക്കത് ഇല്ല. അതുകൊണ്ട് എനിക്കത് ഇന്നതാണെന്ന് എനിക്ക് പറയാനും പറ്റില്ല. അതെനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോ പറയണത് എന്തുകൊണ്ടാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടല്ലേ, നിങ്ങൾ തോന്നിയോണ്ടല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കണേ. അപ്പൊ എനിക്കിത് തോന്നാണ്ടിരിക്കുന്നു. പിന്നെ ഷൈന് ഒരുപാട് ഓഡിയൻസ് ഉണ്ട്, ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഷൈൻ്റെ സിനിമ വരുമ്പോൾ കാണാനും ഷൈനെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. പക്ഷെ ഇപ്പോൾ ഷൈൻ ഭയങ്കരമായിട്ട് പ്രതികരിച്ചു തുടങ്ങി. ഇപ്പോൾ ഒരു ഫോൺ നമ്പർ പോലും എൻ്റെ ഒരു എടുക്കാൻ ആളില്ല ഇൻഡസ്ട്രിയിൽ, അവർ ഹെൽപ്പ് പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്തൊന്ന് ഷൈൻ ഭയക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ? ഭയക്കുന്നുണ്ടെങ്കിൽ ഇത് പറയോ? ഞാൻ ചോദിച്ചാ ഒരിക്കലും ഇല്ല. ഭയക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പറയില്ലല്ലോ. കാര്യം ഇതിനകത്ത് മനസ്സിലായെന്ന് വെച്ചാൽ ഇതുണ്ട് എന്നുള്ള ആക്സെപ്റ്റൻസിലേക്ക് ഞാൻ എത്തി എന്നുള്ളതാണ്. ഇത്രയും കാലം നമുക്ക് സംശയാസ്പദം അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇപ്പോഴും എനിക്ക് പറഞ്ഞാൽ എനിക്ക് പുറത്ത് വന്നിട്ട് ഇങ്ങനെയൊന്നും പറയാനുള്ള എവിഡൻസ് ഇല്ല. അല്ലെങ്കിൽ ഇത് നമ്മള് മറ്റേ വേറെ ആരെങ്കിലും കുറിച്ച് ചുമ്മാ അങ്ങനെ പറയുന്നു എന്നുള്ളൊരു സീനിലേക്ക് ആൾക്കാർ എന്നെ കാണുള്ളൂ. എനിക്ക് ഇതിനൊന്നും എവിഡൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ്. സോ എനിക്കത് ആധികാരികമായി പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടെന്ന്. ഒരുപാട് ഈ പറഞ്ഞ പോലെ ഡിഗ്രിയിൽപ്പെടുകയും സിനിമകൾ വരുമ്പോൾ തന്നെ അതിനെ ആളുകൾക്ക് ഡിസൈസ് ചെയ്ത് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് ഒരു കാരണം വളരെ മോശമായ സിനിമയ്ക്ക് നല്ല റിവ്യൂ പറഞ്ഞ ആൾക്കാർ പോലും ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മോശം പറയുന്നത്. കാരണം ഒരു കോമഡി പോലും കണ്ടിട്ട് ചിരിക്കാൻ പറ്റാത്ത സിനിമയ്ക്ക് പോലും നല്ല റിവ്യൂ പറഞ്ഞ ആൾക്കാരാണ് ഈ സിനിമയ്ക്ക് മോശം പറയുന്നത്. അല്ല, അത് നിങ്ങൾ ചോദിക്കുന്നിടത്ത് തന്നെ ഇല്ല അതിനുള്ള ഉത്തരം. അല്ല, നിങ്ങൾ പറയുമ്പോൾ മീഡിയാസിനെ നിങ്ങൾ ഉദ്ദേശിക്കുക ചില സമയത്ത്. ഒറ്റപ്പെട്ട കുറച്ച് മേഖലയിൽ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. കാരണം ഈ പറയുന്ന പല ആൾക്കാരും പറയുന്ന കാര്യങ്ങൾ ശരിക്കും റീച്ചിന് വേണ്ടി പറയുന്ന പോലെയായിട്ടാണ് തോന്നിയത്. റീച്ചിന് വേണ്ടി പറയുന്ന പോലെയാണ് എനിക്ക് റീച്ചിന് വേണ്ടി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. ഞങ്ങളെക്കാളും കൂടുതൽ ഞങ്ങളുടെ മീഡിയ സുഹൃത്തുക്കൾക്കാണ് ഇത് കുറച്ചുകൂടെ ഇത് എന്താണ് ഇതിൻ്റെ ഒരു പ്രൂഫ് വഴി കണ്ടെത്തി തരാൻ പറ്റുള്ളൂ. അതൊന്ന്. പിന്നെ ചില ആൾക്കാർ ഇപ്പോൾ റിവ്യൂസ് പറയുമ്പോഴാണെങ്കിലും വ്യക്തിപരമായിട്ട് അത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ മൊത്തത്തിലുള്ള കാര്യമാണ്. അതിപ്പോൾ സിനിമ എന്നുള്ളത് മാത്രമല്ല. ഇപ്പം നമ്മളൊരു ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്ന ഒരു മേഖല എൻ്റെ ഡാൻസും പാട്ടും ഇതൊക്കെയാണ്. ഈ ഒരു ആർട്ടായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ്. നമ്മൾ മറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ ഫീൽഡിലൊക്കെ വ്യക്തിപരമായിട്ട് ഭയങ്കരമായിട്ട് ഇട്ട് കീറി മുറിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളോരോ അഭിപ്രായം പറയുമ്പോൾ ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തൊക്കെ പറയുന്ന കാര്യം അതത്ര നല്ലതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും ഇയാളെ വീട്ടിലിരുത്താം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഇവിടെ വരാത്ത രീതിയിലാക്കാം എന്നുള്ളത് എല്ലാ മേഖലകളിലും ആരൊക്കെയോ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ സിനിമയിൽ തമാശ പോലും ഇല്ലാത്ത ചില സിനിമകളിലും ഭയങ്കര അടിപൊളികൾ നിങ്ങൾ ചിരിച്ചു എന്ന് പറയുന്നത് തരത്തിലുള്ള റിവ്യൂസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് പേരെ മാത്രം ടാർഗറ്റ് ചെയ്ത് വ്യക്തിപരമായിട്ടും അല്ലാതെ നമ്മളിപ്പോൾ ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു വിഷയത്തെ പറ്റി പറയുന്നത് പോലെയല്ല വ്യക്തിപരമായിട്ട്. അതിപ്പോൾ അയാളെ എല്ലാവർക്കും ഒരേ മനക്കെട്ടി ആയിരിക്കില്ല ചിലപ്പോൾ ഫേസ് ചെയ്യാനായിട്ട്. അപ്പം കുറച്ചുകൂടെ നമ്മൾ ചിലപ്പോൾ അവരുടെ ജീവിതമേ ഇല്ലാതാക്കുമായിരിക്കും. അപ്പോൾ അത്തരം പ്രവണതകളിലേക്ക് പോവാതിരിക്കൂ എന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്ക് പറയാനുണ്ട്. ഇപ്പം നിങ്ങൾ എല്ലാ വീഡിയോസും സുഹൃത്തുക്കളും ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വ്യക്തിപരമായിട്ടുള്ള കീറിമുറിക്കൽ കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ ചോദിച്ചല്ലോ, അതിപ്പോൾ നിങ്ങളായിരിക്കും ഞങ്ങളെക്കാളും കൂടുതൽ കണ്ടുപിടിക്കാൻ മിടുക്കരായിട്ടുള്ളവർ. നിങ്ങൾ എല്ലായിടത്തും പോകുന്നവരാണ്, എല്ലാവരെയും കാണുന്നവരാണ്. അപ്പം എന്താണ് ഇതിൻ്റെ റീസൺ ഉള്ളത് നിങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ കണ്ടുപിടിക്കാൻ പറ്റുക. എന്നെ ഹെൽപ്പ് ചെയ്യുമോ? അല്ല, സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് മീഡിയയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. മീഡിയ നിങ്ങൾ ഇത്രയും സജീവമായിട്ടുള്ളത് കൊണ്ടാണ് പല സിനിമകളെക്കുറിച്ചും പലരും അറിയുന്നതും. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ചില അറിയില്ലാത്ത സിനിമകളെക്കുറിച്ച് ആളുകളെ അറിയിക്കുന്നത് പോലും മീഡിയയാണ്. അപ്പോൾ ചിലപ്പോൾ നല്ല സിനിമകളായിരിക്കും, ഒരു പബ്ലിസിറ്റി കുറവുണ്ടാവും. പക്ഷെ മീഡിയയുടെ ഒരു പ്രസൻസ് കൊണ്ട് അങ്ങനെ വിജയിച്ച പടങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മീഡിയ എപ്പോഴും സപ്പോർട്ടീവാണ് സിനിമയ്ക്ക്. അപ്പോൾ കൃഷ്ണബാബു പറഞ്ഞ പോലെ ചിലർ വ്യക്തിവിരോധം കാരണം ചില ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. അത് ഒഴിവാക്കിയാൽ അത്രയും നല്ലത്. കാരണം ഒരു വ്യക്തിയോടുള്ള വിരോധം കൊണ്ട് ഒരു സിനിമയോ ഒരു ഇൻഡസ്ട്രിയോ തകർക്കുന്ന രീതിക്കുള്ള പ്രതികരണങ്ങൾ സിനിമയ്ക്ക് അറ്റ്ലീസ്റ്റ് ഉണ്ടാവാതിരുന്നാൽ ഇൻഡസ്ട്രി കുറച്ചും കൂടി നന്നായി പോകും. ഇൻഡസ്ട്രി ഉണ്ടെങ്കിലാണ് മീഡിയയ്ക്കും ഇതേപോലെ നിലനിൽക്കാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ഇതേപോലെ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ
മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദൃഢം സിനിമ തിയേറ്ററിൽ ഇപ്പോൾ റെസ്പോൺസ് ഇന്നലെ പറഞ്ഞ പോലെ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. പേഴ്സണലായിട്ട് കണ്ട എല്ലാവരും വിളിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ റിവ്യൂസിൽ പറഞ്ഞ മാതിരി കുറേ പോസിറ്റീവ്സ് ഉണ്ട്, കുറേ നെഗറ്റീവ്സ് ഉണ്ട്. അത് എല്ലാ സിനിമയ്ക്കും ഉണ്ടാവും. എല്ലാം തികഞ്ഞ സിനിമകളില്ല. ചില സിനിമകൾ നല്ലതായിട്ടും പരാജയപ്പെടുന്നുണ്ട്, ചില സിനിമകൾ മോശമായിട്ടും വിജയിക്കുന്നുണ്ട്. അതൊക്കെ ആ സിനിമയുടെ ഒരു ഫേറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അണിയർ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ പറ്റുമെങ്കിൽ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് ഞങ്ങൾ നൽകുന്ന ഒരു ഷുവറിറ്റി. പിന്നെ കണ്ടിട്ട് നിങ്ങളുടേതായ അഭിപ്രായം രേഖപ്പെടുത്തൂ എന്നേ പറയാനുള്ളൂ. ഒരു കഥാപാത്രം കിട്ടുക അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടർ മാറിയിട്ട് നമുക്കൊരു നോട്ടബിൾ ആയിട്ടൊരു കഥാപാത്രം ചെയ്യാന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമല്ല. നമ്മൾ ചെറിയൊരു പ്രോസസ്സിനെ സംബന്ധിച്ച് ആ ഒരു ക്യാരക്ടർ കിട്ടാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമില്ല. മാം വന്നിട്ട് ഇപ്പോൾ കുറെ വർഷങ്ങളായി, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോഴും ആ സ്ട്രഗിളിങ് ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, പിന്നെ ഉറപ്പായിട്ടും ഉണ്ട്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഷെയ്ൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെയൊന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ആൾക്കാരില്ല. ഇപ്പം ഞാൻ പേഴ്സണലി ഉള്ള കാര്യം പറയുവാണ്, നമ്മളെയൊക്കെ കൈപിടിച്ച ഒരു ക്യാരക്ടറിന് ഇത് ഇവർ കൃഷ്ണപ്രഭ തന്നെ ഇന്ന ക്യാരക്ടർ ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറോ ഒരു ഡയറക്ടറോ ഇപ്പോൾ അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി അറിയില്ല. ചിലപ്പോൾ പുറത്ത് പറയുന്നുണ്ടാവും ഒരു നല്ല ആർട്ടിസ്റ്റാണ്, അവർക്ക് നല്ല കൊടുക്കാം എന്ന് പറയുന്നവരുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ദൃഢമായിട്ട് തന്നെ എന്നെ ഇവരെ തന്നെ വയ്ക്കണം എന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം അതിൽ കുറച്ചെങ്കിലും ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടത് ജീത്തു സാറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയും ഇവർ മാട്ടിനെ പോലുള്ള ഇവർ ഈ ഒരു ടീമുമാണ്. അത് ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരെയും. ഇപ്പോൾ ദിനേശ് ചേട്ടനൊക്കെ ഞങ്ങൾ ചാൻസ് ചോദിച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊരു അപ്പോൾ അത്തരം ക്യാരക്ടേഴ്സിനേക്ക് നമ്മളെ ചൂസ് ചെയ്യാൻ അവർ ഓർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹവും വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മളെപ്പോലുള്ളവർക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു കൂടി ഇപ്പോൾ ഒരു 3-4 സീൻ, ചിലപ്പോൾ 10 സീൻ ഉണ്ടാവും, ചിലപ്പോൾ ഒരു സീനേ കാണത്തുള്ളൂ. അങ്ങനെ നല്ല ആർട്ടിസ്റ്റുകളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും കുറച്ച് സീൻസിലായിട്ട് ഒതുങ്ങി പോവാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ഇത് എവിടെ നിന്നൊക്കെയാണ് ഇതിൻ്റെ ഉത്തരവും, ഇതിൻ്റെ എന്താണ് ഒരു റീസൺ എന്നുള്ളത് ഞങ്ങൾക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമുക്ക് ചില ആൾക്കാർ ചോദിക്കുന്നത് എന്തിനാണ് പോയി ഒരു സീനൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. പക്ഷെ അത് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്, കാരണം ഞങ്ങൾ ചാൻസ് ചോദിച്ച സിനിമയിൽ വന്നതാണ്. അപ്പോൾ ചാൻസ് ചോദിച്ച സിനിമയിൽ വന്നവർക്ക് അതിൻ്റെ ഒരു സീനാണെങ്കിൽ കിട്ടുമ്പോൾ ഉള്ള സന്തോഷം ഞങ്ങൾക്കാണ് അറിയാൻ പറ്റുന്നത്. പറയുന്നവർക്ക് മാറിയെന്ന് പല അഭിപ്രായങ്ങളും പറയാം. ഈ ഒരു സീനാണേലും ചെയ്ത് അത് ഫലിപ്പിക്കുക എന്നുള്ളതും അതും ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതിലാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. നമുക്ക് നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയൊക്കെ പ്രാർത്ഥന. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തു സപ്പോർട്ട് ചെയ്യൂ എന്നുള്ളതാണ് റിക്വസ്റ്റ്. നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം എന്ന് തന്നെയാണ് എപ്പോഴും പ്രാർത്ഥന. ഇപ്പോൾ മാട്ടിനോടൊക്കെ അതാണ് ഒരു നന്ദി പറയുന്നത്. കാരണം ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഞങ്ങൾ 2 ക്യാരക്ടേഴ്സാണ്, ഫീമെയിൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഓർമ്മത്തിൽ വന്നാൽ കൃഷ്ണ ചേച്ചി ഇടാം എന്ന് അവർ തീരുമാനിക്കുന്ന ആ മൊമെൻ്റ് ഉണ്ടല്ലോ, അവർക്ക് ഓർമ്മയിൽ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. മൂന്നാമത്തെ സിനിമയാണ് പോലീസ് ക്യാരക്ടറായിട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടിപ്പിക്കൽ പോലീസ് ക്യാരക്ടർ അല്ല, അത്ര റോ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല. പക്ഷെ റിയൽ ലൈഫിൽ നോക്കി കഴിഞ്ഞാൽ ഇത്തരം പോലീസുകാർ ഇല്ലെന്ന് പറയുന്നില്ല, ഉണ്ടെങ്കിലും അത്ര വിരളമല്ല. നമുക്ക് അങ്ങനത്തെ ആളുകളെ കണ്ട് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പം അത് റെഫറൻസ് എടുക്കണമല്ലോ, ഇങ്ങനത്തെ ഒരു പോലീസിനെ എവിടെന്നെങ്കിലും കണ്ട്. അപ്പൊ റിയൽ ലൈഫിൽ അങ്ങനത്തെ പോലീസുകാരെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു റെഫറൻസ് പോയിന്റ് എവിടെ നിന്നാണ് എടുക്കുന്നത്, അതോ ഡയറക്ടർ തന്നെ അത്ര തന്നിരുന്നു? ഇതില് ക്യാരക്ടർ വൈസ് എനിക്ക് പറഞ്ഞ സ്ക്രിപ്റ്റിനകത്ത് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇയാൾ ആദ്യം പെരുമാറുന്നത്, പിന്നെ അയാളുടെ ചേഞ്ച് ഓവർ എങ്ങനെയാണെന്നെല്ലാം സ്ക്രിപ്റ്റിൽ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയറക്ടറും നല്ല രീതിയിൽ ഗൈഡ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല, എങ്ങനെയാണ് ഏത് മൊമെന്റിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്. സോഫ്റ്റ് ആയിട്ട് തന്നെയാണ്, അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അയാൾ വേണ്ടടുത്ത് മാറുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അയാൾക്ക് മാറേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്ന ഒരു പോലത്തെ ഒരു രീതിയിലാണ് ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുമ്പോൾ നമ്മള് ആക്ടറാണ്, അപ്പം റിയൽ ലൈഫിൽ ഇങ്ങനത്തെ പോലീസുകാർ എവിടെയെങ്കിലും ഉണ്ടോ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ നമുക്ക് അങ്ങനെ ഒരു പോലീസ് വലയങ്ങൾ സുഹൃത്തുക്കളില്ല. നമ്മളിപ്പോ ഈ വഴിയിൽ കാണുന്ന പോലീസുകാരല്ലാതെ വേറെ എൻ്റെ ജീവിതത്തിൽ പോലീസുകാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല.
പിന്നെ സിനിമകളിൽ കണ്ടേക്കുന്ന പോലീസുകാരായിരിക്കും പിന്നെ കൂടുതലുള്ളത്. ഇതൊരു റിയൽ ലൈഫ് റെഫറൻസ് ക്യാരക്ടർ ആണോ എന്ന് വെച്ചാൽ അല്ല, പക്ഷെ ഈ സിനിമയ്ക്കും ഈ കഥയ്ക്കും അനുയോജിതമായ ഒരു ക്യാരക്ടറായിട്ടാണ് ആ ക്യാരക്ടറിനെ പ്ലേ ചെയ്യാനാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. ഡയറക്ടറിനോട് നേരത്തെ പറഞ്ഞ പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പം ഈ ത്രില്ലർ സിനിമകളുടെ ഒരു സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ഈ ഓഡിയൻസ് അവർക്ക് ലൈക്ക് റിവ്യൂ പറയുമ്പോഴാണെങ്കിലും അവർ ഒരുപാട് ഇതിന്റെ ലോജിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ത്രില്ലർ സിനിമയിലാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു കൊമേഴ്ഷ്യൽ പടം വരുമ്പോൾ അതിന്റെ ഡയലോഗ് ഡെലിവറി എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എന്താണ് അവർ പറയുന്നത് അതൊന്നും അത്രത്തോളം ശ്രദ്ധിക്കത്തില്ല. അപ്പം ഈ ഒരു സിനിമയ്ക്ക് ഈ പറയുന്ന ഒരു മിക്സ്ഡ് റിവ്യൂ വരുന്നത് ലൈക്ക് ഈ റിവ്യൂവേഴ്സ് അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അത്രത്തോളം അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ബ്രോ, ഞാൻ മാർട്ടിന്റെ ചോദ്യമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, 10 റിവ്യൂവിലും 8 നമുക്ക് നല്ലത് തന്നെയാണ് വരുന്നത്. സോ അത് മിക്സഡ് ആണെന്ന് പറയരുത്. അതിലൊരു റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവര് കുറേ പടങ്ങൾ ഒരു റിവ്യൂവിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് ചില ഏരിയകൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി, അതെനിക്ക് ഞാൻ കുറേ പടങ്ങൾ കണ്ടുകൊണ്ടായിരിക്കാം, പക്ഷെ ഇതൊരു നോർമൽ ഓഡിയൻസ് കാണുമ്പോൾ അയാൾക്ക് ഒരു കിക്ക് കിട്ടാം, അയാൾക്ക് അതുകൊണ്ട് ആ പടം വർക്കായി എന്ന് ഒരു റിവ്യൂവിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോഴും നമ്മളൊരു റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മളൊരു നോർമൽ ഓഡിയൻസിന്റെ ഒരു POVയിൽ ചെയ്യണം ആക്ച്വലി. അപ്പം ചിലപ്പോൾ അവരുടെ അഭിപ്രായം ആയിരിക്കാം, കീറി മുറിച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. ഞങ്ങൾ സാധാരണക്കാർക്ക് കണക്ട് ആവുന്ന രീതിക്കാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. അതെല്ലാവർക്കും അങ്ങനെ നോർമൽ ഓഡിയൻസിന് കണക്ട് ആവുന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ കുറെ കോളുകൾ വന്നു. നോർമൽ ഓഡിയൻസ് അവസാനമൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് തിയേറ്ററിൽ ഇറങ്ങുന്നത്. പിന്നെ പന്മയിലൊക്കെ ആണെങ്കിൽ നല്ല നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇപ്പൊ നമുക്ക് ഒരു പോലീസ് ക്യാരക്ടർ നമ്മൾ ഇതുവരെ കണ്ടിരുന്ന ആൾക്കാരെല്ലാവരും പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര മാസൊക്കെ ആയിട്ടാണ്. ഇപ്പൊ മമ്മൂട്ടി ക്യാരക്ടറായാലും മോഹൻലാലായാലും സുരേഷ് ഗോപിയായാലും മാസ് കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ നോർമലായിട്ട് പ്രസന്റ് ചെയ്ത് മലയാള സിനിമ മാറി ഇനിയിപ്പോൾ എല്ലാ കാര്യവും നോർമലായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ പിന്നെ മാസമായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം ശരിക്കും പറഞ്ഞ പ്രേക്ഷകരിലെ അഭിപ്രായങ്ങളിൽ വന്നിരുന്നു. കാരണം ഈ ക്യാരക്ടർ വളരെ നോർമലായിട്ടാണ് പ്രസന്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു വ്യത്യസ്തത കൊണ്ടുവരുമ്പോൾ ആളുകൾ പ്രതീക്ഷിക്കുന്ന എപ്പോഴും പോലീസുകാർ മാസമായിട്ടെന്നുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല, അതുകൊണ്ടാണ് റിവ്യൂസ് മാറാനുള്ള കാരണം? അങ്ങനെയുള്ള എന്തെങ്കിലും? അല്ല, അതല്ല, ഇത് ഈ ക്യാരക്ടർ ഇങ്ങനെയാണല്ലോ. പുള്ളി ഒരു ഫസ്റ്റ് ടൈം ഓഫീസറാണ്. പുള്ളി ആദ്യം വരുമ്പോഴേ പുള്ളി മാസ് കളിച്ചല്ലോ വരുന്നത്. അതായത് പുള്ളി ആദ്യമായിട്ടൊരു ജോലിയിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളിയുടേതായ ടെൻഷനുണ്ട്, പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഗ്രോത്ത് ഉണ്ട്. പിന്നെ അവസാനം ഈ ക്യാരക്ടറിന്റെ ഒരു ചേഞ്ച് ഓവർ ഉണ്ട്. അവിടെ ആ ഒരു മാസ് ഫീലിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ക്യാരക്ടറിന്റെ ഒരു ഗ്രോത്ത് ഉണ്ട്. അവസാനം പുള്ളി ഒരു ഹീറോ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ക്യാരക്ടറിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. അല്ല ആദ്യം തന്നെ വന്ന് പുള്ളി എല്ലാവരെയും മാസ് കാണിച്ചാൽ നമുക്ക് ആ ഒരു കഥയുടെ ഒരു ഗ്രോത്ത് നഷ്ടപ്പെടുമല്ലോ. അതങ്ങനെ തോന്നിയില്ല. നമ്മളത് കറക്റ്റായിട്ട് തന്നെ ആദ്യം ഒരു ക്യാരക്ടറിന്റെ ഒരു നോർമൽ ഒരു ക്യാരക്ടർ, പുള്ളിക്ക് ഒന്നും അറിയത്തില്ല, പുള്ളി അവിടെ എല്ലാം പഠിച്ചു വരും. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു ഗ്രോത്ത് വന്ന് പുള്ളി ഒരു മാസ് ഫീലിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ആക്ച്വലി. മലയാള സിനിമ എന്ന് പറയുന്ന മറ്റു ഇൻഡസ്ട്രീസ് നോക്കുമ്പോൾ അവർ എടുത്തു പറയുന്നത് മലയാള സിനിമയിൽ താരങ്ങളല്ലാത്ത കണ്ടന്റ് ആണ് പ്രാധാന്യം. അല്ലെങ്കിൽ എപ്പോഴും ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ എടുക്കുന്നതുകൊണ്ടാണ് മലയാള സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പം ശരിക്കും താങ്കളുടെ പടങ്ങൾക്ക് നമുക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ നമുക്ക് റിലേറ്റ് ചെയ്യാം. ഒരു സിനിമ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു ബിസിനസ് എന്നുള്ളൊരു ആസ്വാദനം കൂടിയാണ്, എന്റർടൈൻമെന്റ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ കാണുന്ന പ്രേക്ഷകൻ അത് എന്റർടൈൻമെന്റ് എന്നുള്ളത് മാറിയിട്ട് അതിനകത്ത് നിന്ന് ഇന്ന ഷോട്ട് ഇങ്ങനെ പോയി അവിടെ നിന്ന് ലൈറ്റ് വരുന്നത് അവിടെ അത്ര പോരായിരുന്നു. കൂടെ ജഡ്ജ്മെന്റിലാവുമ്പോഴേക്കും അവിടെ ആസ്വാദനത്തിന്റെ അളവ് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? കാണുന്ന പ്രേക്ഷകനെ ഇപ്പൊ തൃപ്തിപ്പെടുത്താൻ വളരെ സ്ട്രഗ്ലിംഗ് ആണെന്നത് ഫീലിംഗ് ഉണ്ട്. പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ സ്ട്രഗ്ലിംഗ് അല്ല, അത് സ്ട്രഗ്ലിംഗ് അല്ല. പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കണ്ടന്റ് വൃത്തിക്ക് നമ്മൾ ഷൂട്ട് ചെയ്ത് നല്ലൊരു കഥ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞത് പറ്റും എന്നുള്ളതാണ്. ബാക്കി അതിൽ കവിഞ്ഞ് ഇപ്പൊ ഈ പറഞ്ഞ ഓവറായിട്ട് ഡീറ്റെയിൽ ചെയ്യുന്ന ഇതിനെ കീറി മുറിക്കുന്നവർക്ക് അവരെ എനിക്ക് അറിഞ്ഞ തൃപ്തിപ്പെടുത്താൻ കുറച്ച് പാടായിരിക്കും എന്നുള്ളതാണ്. ഓഡിയൻസിന് നമുക്ക് നല്ലൊരു കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവര് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചോദിക്കാൻ കാരണം ഇപ്പോഴും നമ്മളിപ്പോ ഒരു സിനിമ ഇറങ്ങി 2 ആഴ്ചയാകുമ്പോഴേക്കും കളക്ഷൻ റെക്കോർഡുകളും ഇതൊക്കെ കാണിക്കാറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ബിസിനസ് ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. സിനിമ ബിസിനസ് ഉള്ളതിലുപരി തിയേറ്ററിൽ ആളുകൾ വന്നിറങ്ങി പോകുന്നുണ്ടാകുന്ന ഒരു ആഘോഷം ഉണ്ടായിരുന്നു. ഇപ്പം അതൊരു ശരിക്കും മിസ്സിംഗ് ആയിട്ട് ഇത് താരങ്ങൾ അല്ലെങ്കിൽ ഒരു ഇത്ര കോടി കളക്ട് ചെയ്തു ഒരു എന്താ പറയാ എന്റർടൈൻമെന്റ് നമ്മൾ മാറി എന്തൊക്കെ ഒരു എന്താ പറയാ ബിസിനസ് ട്രാക്കിലേക്ക് മാത്രം ആയതുപോലെ ഒരു തോന്നൽ ശരിക്കും താങ്കൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെയല്ല, ഇപ്പൊ ഇതെല്ലാം എവിഡന്റ് ആണ്. പണ്ടും നമ്മളിത് ബിസിനസ് തന്നെയാണ്. ഇത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർട്ട് വിത്ത് ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇതിൽ രണ്ടിലും കോംപ്രമൈസ് ചെയ്യപ്പെടരുത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇത് സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇപ്പോൾ യൂട്യൂബ് ഇതെല്ലാം വന്നതിന് ശേഷം നമ്മളിത് പൊതുജനങ്ങൾ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മളിപ്പോൾ ഒരു 10, 15 അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് നമ്മളൊരു കവലയിൽ നിന്നുകൊണ്ട് ആ പടത്തിന് ഇത്ര കളക്ട് ചെയ്തിരുന്നു അങ്ങനെ നമ്മൾ പറയില്ല. നമ്മൾ ബോധേഡല്ല, നല്ല പടമായിരുന്നു അല്ലെങ്കിൽ മോശം പടമായിരുന്നു അല്ലെങ്കിൽ കുഴപ്പമില്ല കണ്ടിരിക്കാൻ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പണ്ട് ന്യൂസ് പേപ്പറിൽ ഇന്ന് ഏത് പടം ഇറങ്ങിയേക്കാം അത് നോക്കി പടം കണ്ട് അത്രേ ഉള്ളൂ, അതവിടെ കഴിഞ്ഞ്. നമ്മൾ കൂടിപ്പോയി നമ്മുടെ വീട്ടുകാരോട് പറയും, നമ്മുടെ കൂട്ടുകാരോട് പറയും. നമുക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മളിപ്പോൾ പറയുന്ന ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഇന്നിപ്പോൾ സംഭവിച്ചത് എല്ലാം വളരെ സ്പീഡായി. നമുക്ക് 2-3 ദിവസത്തിൽ തന്നെ ഏകദേശം ഇതിന്റെ പ്രോഗ്രാം എങ്ങോട്ടേക്കാണ്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടു അറിഞ്ഞു ആൾക്കാരിലേക്ക് എത്തി ഓർഗാനിക്കായിട്ട് കണ്ട് വരുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. നമുക്ക് തിയേറ്റേഴ്സും ഇല്ല, ഇതെല്ലാം ഭയങ്കര സ്പീഡായി എന്നുള്ളതാണ് ഇപ്പൊ ഈ കാലത്തിന് ഒപ്പം ഉണ്ടായ ഒരു മാറ്റം. ബേസിക്കലി എനിക്ക് അറിയില്ല, നല്ല കാര്യം തന്നെയാണ്. കാലത്തിന് എല്ലാത്തിനും അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ, അപ്പൊ നമ്മൾ മാറുക എന്നുള്ളതാണ് അതിൻ്റെ കൂടെ. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പണ്ട് നമ്മളുടെയൊക്കെ ചെറുതിലെ ഇപ്പോൾ നല്ലൊരു സിനിമ വരുമ്പോൾ ഓക്കെ നല്ല നമ്മൾ കാണും, പിന്നെ കൂടിപ്പോയി ആ പ്രൊഡ്യൂസർ നല്ല പൈസ കിട്ടി കേട്ടോ എന്ന് മാത്രമേ പറയത്തുള്ളൂ അല്ലേ. ഞാൻ ഇതുപോലെ ഇപ്പോൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്, പക്ഷെ എന്നോടുള്ള ചോദ്യം ആണെങ്കിലും ഞാനത് പറയാം. സാധാരണക്കാരായിട്ടുള്ള, അതായത് ഞാൻ എപ്പോഴും എക്സാമ്പിൾ എടുക്കുന്ന എൻ്റെ അമ്മയെ, നമ്മുടെ എല്ലാവരുടെയും അമ്മമാരും ഒരിക്കലും എൻ്റെ അമ്മ പറയത്തില്ല ആ ഷോട്ട് അവിടെ നന്നായില്ല എന്ന് ഒരിക്കലും അമ്മ പറയത്തില്ല, ആ ക്യാമറ അവിടെ വർക്ക് ചെയ്ത് ശരിയായില്ല എന്നൊന്നും അമ്മമാരോ അല്ലെങ്കിൽ നമ്മളുടെ ആ പ്രായത്തിലുള്ളവരോ ഒരുവിധപ്പെട്ടവരാരും പറയത്തില്ല. നമ്മൾ കുറച്ച് പേര് പറയുമായിരിക്കും ആ ഷോട്ട് അല്ലെങ്കിൽ അവിടെ ഡയലോഗ് അങ്ങനെ ചിലവ് പറയുമായിരിക്കും. ഇപ്പൊ സൗകര്യങ്ങൾ കൂടുന്തോറും മനുഷ്യർ അതെ. പിന്നെ നമ്മൾ കമ്പാരിസൺ നടത്തുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഇപ്പൊ ഭാഷയ്ക്ക് അതീതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ എല്ലാത്തിനും നമുക്കിപ്പോൾ ഈസി ആയിട്ട് വിരൽത്തുമ്പിൽ നമുക്ക് എല്ലാം കിട്ടുന്നു എന്ന് പറയുന്നത് പോലെ സൗകര്യങ്ങൾ കൂടിയപ്പോൾ കുറച്ച് കീറുമുറുക്കലും കൂടി എല്ലാ കാര്യങ്ങളും നമ്മൾ ഭയങ്കരമായിട്ട് ആഴത്തിൽ നോക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചില സമയത്ത് ആലോചിക്കാറുണ്ട്. കാരണം സിനിമ എന്ന് പറയുന്നത് പക്ക ഒരു എന്റർടൈൻമെന്റ് ആണ്, നമ്മൾ എൻജോയ് ചെയ്ത് തിരിച്ചു വരിക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെയൊക്കെ ചെറുതിലെ ആ പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടി കാണുമായിരിക്കും എന്ന് ചിലപ്പോൾ നമ്മളൊക്കെ ഉള്ളവർ ചിലപ്പോൾ പറയുമായിരിക്കും, നല്ല രസമായിരുന്നു അല്ലെ. ഇപ്പൊ തെങ്ങാശിപ്പട്ടനൊക്കെ പോലെയുള്ള പടമൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും ചിരിച്ചു എന്നൊക്കെ പറഞ്ഞ് നല്ല ഡാൻസ് പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോലും അത് മതിയെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. ഇത് എല്ലാം ഒരു ഫണ്ണായിട്ട് പറഞ്ഞതാണ്, അങ്ങനെ സീരിയസ് നോട്ടിലല്ല. ചിലർ പറയുന്നില്ല പടം അടിപൊളിയാണ് പക്ഷെ ആർട്ട് ഡയറക്ടർ ശരിയായില്ല, ആർട്ട് ഡയറക്ഷൻ ശരിയായില്ല, പടം അടിപൊളിയാണ്. അപ്പൊ ഇത് എന്താ ഇവൻ ആർട്ട് ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണോ പടം കണ്ടതെന്ന് നമുക്ക് തോന്നുന്നു. അപ്പൊ അവൻ്റെതായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവൻ ആർട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്ക് ഇതിനെ കുറിച്ച് വിവരമുണ്ടെന്ന് കാര്യം വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ കമന്റ് ഇടുന്നത്. പക്ഷെ നമ്മൾ ആർട്ട് ഡയറക്ഷൻ ശരിയായില്ല, പടം അടിപൊളി, ഇതെന്താണ് സംഭവമല്ലോ, പടമൊക്കെ ഉഗ്രന പക്ഷെ കോസ്റ്റ്യൂം ശരിയായില്ല, കോസ്റ്റ്യൂം ശരിയായില്ല. അപ്പൊ പക്ഷേ ഈ പറഞ്ഞ മാതിരി ജനങ്ങൾക്ക് അതിനെ കുറിച്ച് അറിവ് വന്നു, അവൻ കോസ്റ്റ്യൂം ശ്രദ്ധിക്കാൻ തുടങ്ങി, ആർട്ട് ഡയറക്ഷൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. പറഞ്ഞ പോലെ ഇന്റർനാഷണൽ സിനിമയിലേക്ക് എക്സ്പോസ്ഡ് ആയി, ഒത്തിരി OTT പ്ലാറ്റ്ഫോംസിൽ കുറെ സിനിമകൾ കാണുന്നത് നല്ലതാണ്. നമ്മുടെ പ്രേക്ഷകരും അതിനോടൊപ്പം വളരെയാണ്, അവർ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പണ്ട് ഇതൊന്നും ഈ പറഞ്ഞ പോലെ അറിയില്ലായിരുന്നല്ലോ, സിനിമ കണ്ട് സിനിമ നല്ലതാണ് കൊള്ളില്ല, അത് രണ്ടഭിപ്രായമുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി മറ്റേ ആ ടേബിളിൽ രണ്ടാമത്തെ ഷോട്ടിൽ ഗ്ലാസ് മാറ്റി വെച്ചു, അതായത് എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞാൽ ചോദിച്ചിട്ട് മറ്റേ കണ്ടിന്യൂറ്റി തെറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് സമ്മതിക്കാൻ പറ്റില്ല, ഈ പടം ഹിറ്റല്ല എന്ന് പറയാം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓഡിയൻസ് പടത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കല്യാണം പണ്ട് തലേ ദിവസം വന്ന് എല്ലാവരും കൂടി പന്തലിടുന്നു, എല്ലാവരും കൂടി തേങ്ങ ഇടുന്നു, അങ്ങനെയായിരുന്നു പണ്ട് കല്യാണം. ഇപ്പൊ കല്യാണം ഒരു ഇവന്റ്സ് ആയി മാറി, ലൈക്ക് ഹൽദി, സംഗീതം എന്നൊക്കെ പറഞ്ഞ പല പല പരിപാടി. അതേപോലെ സിനിമയ്ക്ക് ഇപ്പോൾ ഈ റിവ്യൂവും ഇത്തരം ഡീറ്റെയിലിംഗ് എല്ലാം അനിവാര്യ ഘടകമായി മാറി. ഇപ്പൊ നമ്മൾ ഇതിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആൾക്കാർ പടം കാണുന്നവർ കാണട്ടെ, ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ എന്ന് പറയാനല്ലേ പറ്റുള്ളൂ. പക്ഷെ മനഃപൂർവ്വമായിട്ട് അല്ലെങ്കിൽ പറഞ്ഞ ഒരു വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണങ്ങളും റിവ്യൂസും ഒഴിവാക്കുക എന്നത് മാത്രമേ കുറേ കാലമായിട്ട് എല്ലാ സിനിമാക്കാരും റിക്വസ്റ്റ് ചെയ്യുന്നത്. അത് തന്നെ മാത്രമേ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് റിവ്യൂ പറയേണ്ടെന്നോ നെഗറ്റീവ് പറയേണ്ടെന്നോ ഒന്നും ആരും പറയുന്നില്ല. അപ്പോൾ പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി തുടങ്ങി. പറയുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാനും പറയുന്നത്. എന്നാലും അതിൽ കുറച്ചുകൂടി ഒരു ഇപ്പം പറഞ്ഞു ഗ്ലാസ് മാറ്റി വെക്കുന്ന അത് അവർ കണ്ടുപിടിച്ച ഒരു ഇതായിട്ടാണ് അവർ പറയുന്നത്.
ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അത് സ്വാഭാവികം, ആർട്ട് പോരായിരുന്നു, അല്ലെങ്കിൽ കോസ്റ്റ്യൂം പോരായിരുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ വിട്ടുകളെ. പടം സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞ് പറഞ്ഞു സൂപ്പർ പാട്ടായിരുന്നു, ഗംഭീര പാട്ടായിരുന്നു, പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ആ പാട്ടുകാരിക്ക് പൊക്കം കുറവായിരുന്നു. അതെങ്ങനെ ഇരിക്കും ആ അഭിപ്രായം? അതുപോലെയുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പലരും. പാട്ടുകാരിക്ക് പൊക്കം കുറഞ്ഞുകൊണ്ട് സിനിമ വളർത്തില്ല എന്ന് പറയുന്ന അഭിപ്രായങ്ങളുണ്ട്. അതാണ് എനിക്ക് പലതും വായിച്ചിട്ട് പലതും തോന്നിയിട്ടുള്ളത് പലപ്പോഴും. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും ഒരു അല്പമെങ്കിലുമൊക്കെ അറിയാവുന്നവർ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അതുകൂടെ ശ്രമിക്കുക, അതുകൂടെ ശ്രദ്ധിക്കുക. അയാൾക്കെന്ത് പാണ്ഡിത്യമുണ്ട് ഇതിനെക്കുറിച്ച് ഈ അഭിപ്രായം പറയുന്ന ആളുകൾക്ക് എന്നുള്ളത് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം ഇതാ. അവരുടെ അഭിപ്രായം പറഞ്ഞ അല്ലെങ്കിൽ അതിനകത്ത് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, വിമർശിക്കുന്ന ആളിന് ആ വിഷയത്തിൽ എന്തുമാത്രം എക്സ്പീരിയൻസ് ഉണ്ട്, അറിവുണ്ട് എന്നുള്ളത് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് കൃത്യം കാര്യം പിടി കിട്ടും. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. നോർമലി പറയുന്ന പോലെ ഒരു ആക്ടറുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു സോഷ്യലി ഇൻവോൾവ് ആവുന്ന ഒരു ലൈഫ് കൂടിയാണ്. അപ്പം എപ്പോഴും ഈ പറയുന്ന പോലെ എല്ലാത്തിനും ഒരു അതിർവരമ്പ് വേണം. നമുക്ക് നമ്മുടേതായിട്ടൊരു പേഴ്സണൽ ലൈഫും ഉണ്ട്. അത് പേഴ്സണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോകുന്നുണ്ട്. ഒരുപാട് പേരായിട്ട് ഇൻഡിവിജ്വലി നമ്മൾ എല്ലാ മനുഷ്യരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അവിടെയും ഓവറായിട്ട് പബ്ലിക് ഇൻവോൾവ് ആകുമ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ള റെസ്പോൺസുകൾ വരുമ്പോൾ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഓവറായിട്ട് ജഡ്ജ്മെന്റിലാകുമ്പോൾ അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യപ്പെടുന്ന കാര്യമാണ്. പക്ഷേ സൊസൈറ്റി അത് ജഡ്ജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, എന്നെ 100 കണ്ണുകൾ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ്. അത് എപ്പോഴെങ്കിലും ഒരു എന്താ പറയാ പിടിച്ചു കിട്ടിയൊരു അവസ്ഥയുണ്ടല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ? അത് അങ്ങനെ ഫീൽ ഉള്ളവരോട് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എനിക്ക് അങ്ങനെ ഫീൽ ഇല്ല. അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. പിന്നെ അങ്ങനെ നമ്മളെ എല്ലാവരും നോക്കുന്നുണ്ട് എന്നുള്ളത് ചില സമയത്ത് നമ്മൾ മറന്നു, നമ്മൾ ബോധമല്ലായിരിക്കും. അപ്പൊ ആ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഫീൽ ഉള്ളവരുടെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഉണ്ട്. മിക്സഡ് ആണ് ഈ പറഞ്ഞ ആളുകൾ എപ്പോഴും. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഓവറായിട്ട് ജഡ്ജ്മെന്റിൽ എനിക്ക് എന്റെ പ്രൈവറ്റ് സ്പേസിൽ ഞാൻ എന്താണോ അതങ്ങനെ ഇരിക്കാനായിട്ട് എനിക്ക് ഇഷ്ടം. സോഷ്യൽ ലൈഫിൽ വേറെ ആയിരിക്കും. പക്ഷെ അത് എല്ലായിടത്തും ഓവറായിട്ട് ജഡ്ജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഞാൻ ഇത് ഏതായിട്ടിരിക്കണം എന്ന് ഒരു മുഖം മൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, എല്ലാ കാര്യത്തിലും വലിയ ഓവറായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അതായിരിക്കും നല്ലത്. ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ ജഡ്ജ് ചെയ്യട്ടെ, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ശരികളുണ്ടാവും. മറ്റുള്ളവരെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഞാനായിട്ട് അങ്ങോട്ട് അങ്ങനെ വ്യക്തിപരമായിട്ട് ഞാൻ ഇതുവരെ ആരും ബുദ്ധിമുട്ടിച്ചില്ല. പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് എൻ്റെതായ നിലപാടും അഭിപ്രായങ്ങളും ഞാൻ പല കാര്യത്തിലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഒരു വ്യക്തിനെ ടാർഗറ്റ് ചെയ്ത് ഞാൻ ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങോട്ട് എന്നെ പറ്റി പറയുന്നതിൽ ഞാൻ ചെവി കേൾക്കാറില്ല. ഈ ചെവി കൂടെ കേട്ടാൽ ചെവി കൂടെ കളയും, അത്രേ ഉള്ളൂ. അതിലൊന്നും ഒരു കാര്യമില്ല. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ജോലി നിശ്ചയിക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പം നമ്മൾ എൻഗേജ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളെ പറ്റി ആൾക്കാർ നോക്കുന്നുണ്ടോ, ജഡ്ജ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഇനി ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കാം, എന്നിട്ട് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഇതിനൊരു ഉത്തരം തരാം. പക്ഷെ ബ്രോ, ഞാൻ നമ്മുടെ പേഴ്സണൽ സ്പേസ് ഉണ്ടല്ലോ, എൻ്റെ വീട്ടില് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം പുറത്ത് ഇടുമ്പോഴേ അത് ആൾക്കാർ ജഡ്ജ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോഴേ നമ്മൾ ജഡ്ജ് ചെയ്യുള്ളൂ. ആ സമയത്ത് നമ്മളൊന്ന് കോൺഷ്യസ് ആകുന്നത് ആക്ച്വലി നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് പറയാനുള്ളവർ എന്തായാലും പറയും, പക്ഷെ അതല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ വീട്ടിൽ എന്തായാലും ആരും വന്നില്ല, നമ്മൾ ഇടാത്ത പോസ്റ്റിന്റെ താഴെ ഒന്നും ആരും കമന്റ് ചെയ്യുന്നില്ല. ബേസിക്കലി നമ്മുടെ കയ്യിലും കുറെ കൺട്രോൾ ഉണ്ട്. നമ്മളെന്ത് പുറത്ത് പ്രൊജക്ട് ചെയ്യുന്നു എന്നുള്ളതിൽ അതും കൂടെ അനുസരിച്ചിരിക്കും. പിന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ, ചിലർക്ക് എന്നിങ്ങനെ പറയണം, അങ്ങനെ ഉണ്ടാവും, ആഗ്രഹിക്കുന്നവരുണ്ട്. ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ആഗ്രഹം ഉണ്ടാവും, ഇന്ന ഒരു കഥാപാത്രം ചെയ്യണം, അല്ലെങ്കിൽ എന്റെ ആക്ടർക്ക് ഇന്നൊരു ഷെയ്ഡ് കൂടെ ഉണ്ട്, ആ ഷെയ്ഡ് കൂടെ എക്സ്പോസ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇനി ഷെയ്ഡിൽ എക്സ്പോസ് ആവണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന പോലെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു വേഷം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? കൃത്യമായിട്ടൊരു വേഷം എന്നുള്ളതല്ല, ചെയ്യാത്തത് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഒരു ലാസ്റ്റ് 3 സിനിമ മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, വ്യത്യസ്തമായ സിനിമകളുമായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ ക്യാരക്ടറുകൾ ചെയ്യാത്തത് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് നല്ല സിനിമകളും വരട്ടെ എന്ന് പറയുന്നത്.
ഇപ്പോഴും ആ സ്ട്രഗ്ലിംഗ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു പുതിയ കഥാപാത്രം കേട്ടാൽ കഥകളിലേക്ക് വരാൻ ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ഉണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. നല്ലൊരു പ്രോജക്റ്റ് നമുക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഇന്ന് നമുക്ക് വേണ്ടതൊരു സിനിമയുടെ കഥയും പ്രോജക്റ്റ് എന്താണെന്ന് വിശ്വസിച്ച് നിൽക്കുന്ന പ്രൊഡ്യൂസറാണ്. നമുക്കിപ്പോൾ പൈസ മുടക്കുന്ന ഒരാളെക്കാൾ ഉപരി സിനിമയെ എന്താണ്, ഈ സിനിമ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രൊഡക്ഷൻ നമുക്ക് എപ്പോഴും കൂടുതലാണ്. അത് നമ്മളിലേക്ക് എത്താനാണ് ശരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കറക്റ്റ് ആൾക്കാരിലേക്ക് നമുക്ക് എത്താൻ ഇപ്പോഴും സ്ട്രഗിൾ തന്നെയാണ് എന്നുള്ളതാണ്. നല്ല പ്രോജക്റ്റുകൾ നമ്മളെ തേടി വരുന്നുണ്ടാവും. പക്ഷെ ആ പ്രോജക്റ്റ് ആക്കാൻ, അതായത് നമ്മളൊരു കൃത്യമായ പ്രൊഡക്ഷൻ വേണം. ഇപ്പോൾ അവിടുന്ന് ഇൻവെസ്റ്റർ ഉണ്ട്, ഇവിടെ ഇൻവെസ്റ്റർ എന്നും പറഞ്ഞ് വന്നേക്കുന്ന ആൾക്കാരെ ഞാൻ പിടിച്ച് എല്ലാം എനിക്ക് ലാസ്റ്റ് തലവേദനകളായി മാറിയിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കുന്നില്ല. നല്ല കറക്റ്റ് ബാനർ, കാര്യം പ്രോജക്റ്റ് നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കണമല്ലോ. അവര് ചിലപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു പടം എടുത്തു 4 ആളുടെ മുമ്പിൽ, അല്ലെങ്കിൽ അവരുടെ ചിലപ്പോൾ ഒരു ഫ്രണ്ട് സർക്കിളിൽ മാത്രം പറയാനുള്ള അത്രയും ആഗ്രഹത്തിന് മാത്രം വന്നവരായിരിക്കും. അപ്പൊ അവർക്ക് സിനിമ എന്താ കുറച്ച് പൈസ, അവർക്ക് കുറെ അധികം പൈസയുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ഇവർ കുറച്ച് പൈസ ഇട്ടിട്ട് ഒരു സന്തോഷം തീർത്തോളത്തെ ഒരു പരിപാടി ആയിരിക്കും അത്. അങ്ങനെ പ്രോജക്റ്റുകൾ ഇവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോജക്റ്റുകളും ചിലതിലേക്ക് ഞാൻ പാർട്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ആ ഡിസിഷൻ എടുത്തത്. ഈ സിനിമ മനസ്സിലാക്കുന്ന, സിനിമയോട് പാഷനായിട്ട് നിൽക്കുന്ന, ആ കഥ മനസ്സിലാക്കുന്ന പ്രൊഡക്ഷൻ, അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന. ഇപ്പൊ എല്ലാ പടവും അത്യാവശ്യം ബഡ്ജറ്റ് തന്നെ ആവുന്നുണ്ടോ, അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ തന്നെയാണ് എല്ലാ പടങ്ങളും നിർമ്മിക്കുന്നത്. പക്ഷെ അത് എവിടെ സ്പെൻഡ് ചെയ്യുന്നു, അത് കറക്റ്റ് സ്ഥലത്താണോ, കറക്റ്റ് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടോ, ഇതെല്ലാം കൂടെ നോക്കുന്ന പാഷനേറ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ വരണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ചാലഞ്ച്. ആദ്യ സിനിമയാണ്, ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്. നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ചെറിയൊരു മൊമെന്റ് ആയിരിക്കത്തില്ല. നമ്മൾ അധ്വാനിച്ച പോലെ സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്. അത് ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രം ഇപ്പോൾ നോർമലി ഫസ്റ്റ് ഹീറോയിൻസ് പറഞ്ഞൊരു ബബ്ലി അല്ലെങ്കിൽ ക്യൂട്ടായിട്ട് കഥാപാത്രങ്ങളൊക്കെ എത്തി. പക്ഷെ ഏറ്റവും നമുക്കുണ്ടാകുന്ന ട്വിസ്റ്റ് അങ്ങനത്തെ ഒരു ട്വിസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത്, അതൊരു ആക്ഷൻ രംഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഒരു ഹീറോയിൻ എന്ന ലെവലിലേക്ക് നോക്കുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത ഞാൻ ഇതിന്റെ ബാക്കിലെടുത്ത എഫേർട്സ് മൂവി കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇതിന്റെ എക്സൈറ്റ്മെന്റ് വേറെ ആയിരുന്നു ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഒക്കെ. ഈ പറഞ്ഞ പോലെ ജീത്തു ജോസഫ് സാർ വീഡിയോ കോൾ ചെയ്തപ്പോഴും എനിക്ക് ആ മൊമെന്റ് ഒക്കെ ഭയങ്കര സ്പെഷ്യലായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം എനിക്ക് ഇതെപ്പോഴും ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. ഫസ്റ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കഥാപാത്രം കിട്ടി, നമുക്ക് ചെയ്യുമ്പോൾ എങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, എന്നെ ഇങ്ങനെ ഒരു കഥാപാത്രം കിട്ടാൻ. അതേപോലെ ജിത്തു സാറിന്റെ വന്നപ്പോൾ പ്രൊഫഷണൽ പറഞ്ഞ ത്രില്ലർ പടങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കഥാപാത്രം ആവാം എന്നൊരു മൈൻഡ്, ഒരു കാൽക്കുലേഷൻ ഉണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതെ, ജീത്തു സാറിന്റെ അസോസിയേറ്റ് ആണ്, ജീത്തു സാറാണ് എന്നെ കോണ്ടാക്ട് ചെയ്തതും എല്ലാം. അപ്പോഴൊക്കെ ഞാൻ ആ ദൃശ്യം ലെവൽ, ആ ഒരു സംഭവം തന്നെ അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് കിട്ടിയ റോളിലൊക്കെ. ഞാൻ ഭയങ്കര ഹാപ്പി തന്നെയാണ്. ഞാൻ അത് ജീത്തു സാർ വരുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ, ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് കോൺഫിഡൻ്റ് പറയാം. സിനിമ പോലീസുകാരോടുള്ള ഒരു പ്രതിഷേധമാണ്. കാരണം ഇപ്പൊ ഒരുപാട് സംസാരിക്കുന്നത് അല്ല, അതിന് നമുക്ക് ഉത്തരം പറയാതിരിക്കുന്നതായിട്ട് മറുപടി പറഞ്ഞ വേറെ പല രീതിയിൽ വെളുക്കാത്തേക്കുന്ന പാണ്ടായിട്ട് വരും. അതെ, അത് വേണ്ട. ചുമ്മാ വണ്ടി തടഞ്ഞു നിർത്തി അത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പോയാൽ മതി. മറ്റേ ബുക്കോടെ ചോദിച്ചു. ഞങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു കോംബോ, എങ്ങനെ ഉണ്ടായിരുന്നു അതാദ്യം ചോദിക്കട്ടെ. അൺയൂഷ്വൽ കോംബോ പോലീസ് ഗംഭീരമായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. അല്ല, ഇന്നോ നാളെ സിനിമ കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നവരാരെയും കൊടുത്തിട്ടുണ്ട്. കൈ പോക്കണോ? അല്ല, ഉണ്ടോ? എല്ലാത്തരം പടങ്ങളും വേണം.
പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആക്ഷൻ ഓറിയന്റഡ് സിനിമ എന്നുള്ളത് മാത്രമല്ല, നമുക്ക് തിയേറ്ററിൽ ഇപ്പൊ ഒരു നല്ലൊരു ത്രില്ലർ ആണെങ്കിൽ പോലും നമ്മളെ പിടിച്ചിട്ട് അവസാനം കൊണ്ടുപോയി നമുക്കൊരു തിയേറ്ററിക്കൽ വാല്യൂ ഉള്ള ഒരു പരിപാടിയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഫൈനാണ്. അപ്പൊ അങ്ങനെ ഒരു സിനിമയാണ് കിട്ടുന്നത്. അതായത് തിയേറ്ററിക്കൽ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നതിന്റെ പടമാണ്. ഇപ്പോൾ നമ്മള് ഒരു കഥ മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് there are elements എന്നുള്ളതാണ്. അങ്ങനത്തെ സിനിമ ഒക്കെയാണ്. ഇപ്പോൾ ഒരു റൊമാൻറ്റിക് കോമഡി നടത്താം, അതിലും അത്യാവശ്യം ആക്ഷനും അല്ലെങ്കിൽ റൊമാൻസും സംഭവങ്ങളും പാട്ടും പരിപാടി നമുക്കൊരു ഇച്ചിരി ഓണായിട്ട് നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ അത് നമുക്ക് ഓക്കെയാണ്. ഇപ്പൊ ജോണർ എന്നുള്ളതല്ല, അതിൽ നമ്മൾ ഇടുന്ന എലമെന്റ്സിലാണ് കാര്യം ഇരിക്കുന്നത് എന്നുള്ളതാണ്. അതെ അതെ, ഉറപ്പായിട്ടും നമ്മളെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുക, അത് ഏത് രീതിയിലാണെങ്കിലും. ഇപ്പോൾ കഥയിലെ നമ്മൾ എൻഗേജ് ചെയ്യിച്ചു പോകുന്ന ഒരു ത്രില്ലിങ് അങ്ങനത്തെ ഒരു രീതിയിലാണെങ്കിലും, അല്ലെങ്കിൽ ഫൺ അങ്ങനത്തെ ഒരു രീതിയിലാണെങ്കിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന പടമാണ്. അതുണ്ട് ബ്രോ, അത് അത്യാവശ്യം പണിയുള്ള പരിപാടിയാണ്. സുഖമൊന്നുമില്ലാത്ത ഫൈറ്റ് പടങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല മെനക്കേടാ. അല്ല, അപ്പൊ ഈ പണ്ടത്തെ സിനിമകളിലൊക്കെ മറ്റേ കുതിരപ്പുറത്തൊക്കെ വന്നിട്ട് ഫൈറ്റ് ചെയ്യില്ല. കുതിരപ്പുറത്തിരുന്ന് ഫൈറ്റും പരിപാടി ഇതിലും വലിയ കുതിരേനെ നമ്മൾ പടം ഇറങ്ങിയ ശേഷം ഓടിക്കണമല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴീ പടങ്ങൾക്ക് ഒരു പൊതുവെ ഒരു പടത്തിന്റെ ആളുകൾ തന്നെ ചെയ്യുന്നതാവാം, പടം ഇറങ്ങുന്നതിന് മുമ്പ് അതിനൊരു ഹൈപ്പ് കൊടുക്കും. അത് മീഡിയയുടെ ഭാഗത്തു നിന്നുണ്ടാവാം, നാട്ടുകാരുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ ഇന്ന ആളുടെ പടമാണ്, ഇന്ന സംഭവമായിരിക്കും, അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, ഇങ്ങനത്തെ ഒരു വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്നത് പലപ്പോഴും പല പടങ്ങൾക്കും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ പടം കാണുമ്പോൾ ആളുകൾ റിയാക്ട് ചെയ്യുന്ന, ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് ഇങ്ങനെ ഇല്ലല്ലോ, ഇങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് അങ്ങനെ ഇല്ലോ, അതും ആവാം ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഹൈപ്പ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനൊരിത്. ആൾക്കാർ വരട്ടെ, പണ്ടത്തെ പോലെ പടം കാണട്ടെ, എന്നിട്ട് ജെന്യൂനായിട്ട് അഭിപ്രായം പറയട്ടെ എന്നുള്ളതാണ്. ഞങ്ങൾ ദൃഢത്തിനെ കുറിച്ച് അങ്ങനെ ആവശ്യമില്ലാത്ത തള്ളലുകളൊന്നും തള്ളിയിട്ടില്ലായിരുന്നു. തള്ളാൻ പാകത്തിന് നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ അതെ, ഒരു ലീഡ് ആർട്ടിസ്റ്റും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളും ചേർന്നിട്ടാണ് എപ്പോഴും ഒരു സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരുടെയും അവരവരുടെ ഭാഗം കറക്റ്റായിട്ട് ചെയ്യുന്നു. നമ്മളത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാ പടങ്ങളും ചെയ്യുന്നത്. ഒരിക്കലും ഈ പടം കണ്ടിട്ട് ഇപ്പം വെറുത്തും അവനെ പ്രേക്ഷകരെ ഞാൻ വെറുപ്പിച്ചിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞിട്ട് ആരും പടം ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇഷ്ടപ്പെടുന്ന രീതിക്കാണ് എന്താ പറയുക, നോൺസെൻസ് ഫിലിമിൻ്റെ ആൾക്കാർ പോലും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു തവണ പ്രോഡക്റ്റ് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഓഡിയൻസാണ്, അവരുടെ കയ്യിലാണ്, അവരാണ് പൈസ മുടക്കി തിയേറ്ററിൽ വന്ന് പടം കാണുന്നത്. അപ്പോൾ അവർക്ക് അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. കാണുക, എൻജോയ് ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇത് ഇപ്പം നമ്മൾ മാത്രമല്ല, ഈ പ്രസ് മീറ്റിൽ ഇരിക്കുന്ന എല്ലാ സിനിമയുടെ ആളുകളും പറയുന്ന ഒരു അഭിപ്രായമായിരിക്കും ഇത്. കാരണം അവർക്കതല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം പ്രൊഡക്റ്റ് ഓൾറെഡി പുറത്ത് വന്നു. ഞാൻ ആദ്യം എല്ലാവരും സൂചിപ്പിച്ച പോലെ ഇതിൽ വ്യക്തിഗതമായിട്ട് ടാർഗറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തോട് വ്യക്തികളോടുള്ള ദേഷ്യം വെച്ചിട്ട് ഒരിക്കലും റിവ്യൂ പരിപാടികളോ ചെയ്യാതിരിക്കുക എന്ന് മാത്രം റിക്വസ്റ്റ് ചെയ്യുള്ളൂ. റിവ്യൂസ് വേണം സിനിമയ്ക്ക്. റിവ്യൂസ് ഇല്ലാതെ, മീഡിയ ഇല്ലാതെ സിനിമയ്ക്കോ ഇൻഡസ്ട്രിക്കോ ഒരു നിലനിൽപ്പില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ദൃഢം സിനിമയ്ക്ക് ഉണ്ടാവണം എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ റൈറ്റേഴ്സ് ഒന്നുമില്ല, അപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ജോമോനിലിൻ്റെ ഒന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. പടം കുറേ പേര് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു പവർഫുൾ നായകൻ്റെ ഒരു പടമല്ല. അതായത് നിങ്ങൾ ഒന്ന് ഇത്രയൊക്കെ ചിന്തിച്ചാൽ മതി. പടത്തിൽ ഇപ്പോൾ ഒരു SI ആവാനുള്ള മിനിമം പ്രായം എന്ന് പറഞ്ഞാൽ 21 വയസ്സാണ്. ഇപ്പോൾ താല്പര്യമില്ലാത്ത, അതായത് ഇപ്പോൾ പടത്തിൽ തന്നെ ഡയലോഗുകളിൽ ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. വിജയ്ക്ക് SI ആവാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ വീട്ടുകാരുടെ നിർബന്ധത്തിന് SI പവർഫുൾ ക്യാരക്ടറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, സ്പോയിലർ അല്ല. അങ്ങനെ ഒരാള് SI ആയിട്ട് കയറുന്നു. അപ്പൊ ആ സ്റ്റേഷനിൽ ചെന്നപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പടത്തിലൂടെ ഒരു ക്യാരക്ടറിലൂടെ പറഞ്ഞു തരുന്നത്.
അപ്പം ഒരു പവർഫുൾ നായകനെ പ്രതീക്ഷിച്ച് ആരും തിയേറ്ററിലേക്ക് പോകരുത്, അതാണ് പറയാനുള്ളത്. മെയിൻ പോയിന്റ് അവൻ പറഞ്ഞു, ഞാനും അതാ പറയാൻ ഉദ്ദേശിച്ചത്. കുറേ ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ ആക്ച്വലി ഇത് പ്ലാൻ ചെയ്തപ്പോൾ നമ്മുടെ കൂട്ടുകാരുണ്ട് കുറേ പേര്, ഈ പറഞ്ഞ പുതിയതായിട്ട് പോലീസിൽ കയറിയ ആൾക്കാരും അങ്ങനെ കുറച്ച് ആൾക്കാരെ നമുക്കറിയാം. അപ്പോൾ ഇവരെ നമ്മൾ ഡെയിലി കാണുന്നതാണ്. ഇവരുടെ ദിവസേന എങ്ങനെയാണ് അവരുടെ സംസാരം, നമ്മളെടുത്ത് വരുമ്പോൾ എങ്ങനെയാണ് നമുക്കറിയാം. ആ ഒരു ക്യാരക്ടർ ഷെയ്ൻ ബ്രോ അത്രയും അടിപൊളിയായിട്ട്, ഞങ്ങൾ റൈറ്റേഴ്സിന് പ്രകാരം അത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ആ ക്യാരക്ടർ. ഇപ്പോൾ കുറേ പേര് ചോദിച്ചു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ, പക്ഷെ ഇങ്ങനെ ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ ചോദിച്ചില്ല കണ്ടിട്ടുണ്ടോ എന്ന്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടുകാരന്മാരുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അവരുടെ സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് സ്പോയിലർ അല്ല, ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്, ഒരു കൊലപാതകം കേസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോഴുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, പ്രഷർ ഉണ്ട്, ആ ക്യാരക്ടർ ട്രാവൽ ആവുന്നൊരു ട്രാക്ക് ഉണ്ട്. അതാണ് ഈ കഥയുടെ കോർ. അതിൽ ലാൻഡ് ആവുന്ന ഒരു നല്ല ക്ലൈമാക്സും ഉണ്ട്. ഇതാണ് ഈ കഥ. അതല്ലാതെ കുറേ റിവ്യൂസ് പറയുന്ന പോലെ ഈ പറഞ്ഞ പോലെ ഭയങ്കര അമിച്ചറായി പോയി അങ്ങനെ ഇങ്ങനെ കാരയ്ക്കോ എന്താണെന്ന് മനസ്സിലാകാതെ സംസാരിക്കും. ആ ക്യാരക്ടറാണ്, അതാണ് ആ ക്യാരക്ടർ. അത് മനസ്സിലാക്കാതെ സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ആ പടം കാണുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. 26-ാമത്തെ വയസ്സിൽ 27 വയസ്സിലൊക്കെ SI ആയ ആൾക്കാരുണ്ട്. അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ ക്യാരക്ടർ ട്രാവലും ശേഷം നമ്മൾ റോഡിൽ കാണുന്നുണ്ട്, അവിടെ എന്താ അതൊക്കെ ചോദിച്ചിട്ട് നമ്മളെ തട്ടുന്ന പോലീസുകാരിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ള ട്രാവലാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിച്ചത്. അത് വ്യക്തമായി നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഷെയ്ൻ ബ്രോ അത് അത്രയ്ക്ക് അടിപൊളിയായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെന്നുള്ള വിശ്വാസം പടം കണ്ട ഞങ്ങൾക്കും ഉണ്ട്. അപ്പം നിങ്ങൾ കാണുമ്പോൾ അത് കൂടി മനസ്സിൽ വെച്ച് കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നമ്മളത് ഓൾറെഡി റിലീസിന്റെ തലേദിവസം നമ്മൾ ചുമ്മാ സംസാരിച്ചായിരുന്നു. ചുമ്മാ അത് പ്ലാൻഡ് അല്ല, എങ്ങനെയായിരിക്കും എന്നുള്ള സംസാരിച്ചപ്പോൾ അതും ഓൾറെഡി നമ്മൾ പറഞ്ഞ ക്യാരക്ടർ എങ്ങനെയായിരിക്കും എന്നുള്ള സാധനം നമ്മൾ സംസാരിച്ചു. കാരണം ഈ പറഞ്ഞ പോലെ ഞാനിത് പറയുന്നതിന്റെ റീസൺ, നമ്മൾ ക്ലോസ് ആയിട്ട് കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ കൂട്ടുകാരന്മാരാണെങ്കിലും അതല്ലാതെയും കുറച്ച് ആൾക്കാരെ ക്ലോസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അവരിലൂടെയാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ ചോദിച്ചില്ലേ നേരത്തെ, ഷെയ്ൻ ബ്രോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇതിൽ കാണിക്കാൻ ഉദ്ദേശിക്കും. ആ ക്യാരക്ടർ അത് പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ റിവ്യൂസിൻ്റെ കാര്യം പറഞ്ഞാൽ അത് ഷെയ്ൻ ബ്രോ പറഞ്ഞ തന്നെ ഞാനും റിവ്യൂസ് കാര്യങ്ങൾ ഇങ്ങനെ തപ്പുന്നുണ്ട്. പടത്തിനെ പറ്റി എന്താ പറയുന്നത് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, കോൾസ് വരുന്നുണ്ട്. എനിക്കൊരു 10-50 കോൾ വന്നതിൽ ഒരു 4-5 ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം നല്ലത് തന്നെയാണ് പറയുന്നത്. ക്ലൈമാക്സിനെ പറ്റി എടുത്തു പറയുന്നുണ്ട്. പ്ലസ് ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട്. അപ്പം ദയവേത് നിങ്ങൾ ഈ പറഞ്ഞ 1-2 ആൾക്കാരുടെ വാക്ക് കേട്ട് പടം മിസ്സാക്കരുത്. ബാക്കിയുള്ളത് കൂടി ഒന്ന് ശ്രദ്ധിച്ച് ബാക്കിയുള്ള റിവ്യൂസ്, നിങ്ങൾ റിവ്യൂ കണ്ടു പോകാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂസും കൂടി ബാക്കിയുള്ളതും കൂടി ഒന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ ഡിസിഷൻ എടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ ചെറിയ പടമാണ്, കുഞ്ഞു ത്രില്ലറാണ് എന്നുള്ള രീതിയിൽ നിങ്ങളിത് OTT കാണാനും ശ്രമിക്കരുത്. കാരണം ഇതിൻ്റെ ഒരു ലാൻഡിങ് നമ്മൾ സെറ്റ് വെച്ചിട്ടുള്ള പക്ക തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ്. അവസാനത്തെ ആ സമയങ്ങളിലെല്ലാം അത് അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തിട്ട് മാറ്റിക്കൊണ്ടു. അത് അത്രയും നമുക്കറിയാം അത് എത്രത്തോളം ആ ലാസ്റ്റിലേക്ക് വേണ്ടി ആൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദയവേത് നിങ്ങൾ കാണുന്ന ആൾക്കാർ തിയേറ്ററിൽ കണ്ടാൽ നിങ്ങൾക്ക് ക്ലൈമാക്സിൽ ഒരു തിയേറ്റർ സ്റ്റഫ് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ദയവേത് തിയേറ്ററിൽ കാണാൻ എല്ലാവരും പടം കാണാം. മീഡിയ സുഹൃത്തുക്കളെ, മലയാള സിനിമയിലേക്ക് 2 പുതിയ റൈറ്റേഴ്സ് എൻ്റർ ചെയ്തിരിക്കുകയാണ്. മീഡിയ ഭാഗത്തുള്ള പ്രോത്സാഹനം അവർക്ക് വേണം. അപ്പോൾ എല്ലാവരും ദൃഢം തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. എല്ലാ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരോടും പറയുക അടുത്ത ദിവസങ്ങളിൽ തന്നെ പടം കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഇതിൻ്റെ ഒരു കോമൺ റിവ്യൂ ഞാൻ കണ്ടത് പോലൊന്നും അല്ല, അവസാനത്തെ ഒരു 20 മിനിറ്റ് എല്ലാവർക്കും വർക്കായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭയങ്കരമായിട്ടൊരു ഒരു തിയേറ്ററിക്കൽ മൂവ്മെന്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതെ ഉറപ്പായിട്ടും. അതെ ഉറപ്പായിട്ടും. അപ്പം ഈവൻ ഞാൻ പറയാനില്ല സ്കൂട്ടറാകും. അപ്പം എല്ലാവരും തിയേറ്ററിൽ കാണുക. നല്ലൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. നിങ്ങൾ റിവ്യൂ ചെയ്യണം. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ റിവ്യൂ ചെയ്യണം. ഒരാളുടെ റിവ്യൂ കേട്ട് പോകാതിരിക്കരുത്. നിങ്ങൾ എന്താണ് വിലയിരുത്തിയിട്ട് നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്നെഴുതുക. നമുക്കും അത് അടുത്ത സിനിമ ഞാൻ ചെയ്യുമ്പം ഇതിൻ്റെ കുറ്റങ്ങളെല്ലാം നികത്തി ചെയ്യാൻ ശ്രമിക്കാം. അപ്പം എല്ലാവരും തിയേറ്ററിൽ കാണുക. ദൃഢം എല്ലാവരും കാണുക, എല്ലാവരും അറിയിക്കുക. താങ്ക് യു.